നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അഹമ്മദാബാദ് ആകാശ ദുരന്തത്തിൽ ഇനിയും മരണസംഖ്യ ഉയർന്നേക്കാമെന്ന ആശങ്ക. എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപത്തെ സ്ഥലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു. മരത്തംകോട് അൽ അമീൻ ആശുപത്രിയിൽ പ്രസവത്തിനിടെ നവജാത ശിശു മരിച്ചു. ഇരമംഗലം സ്വദേശി പുക്കയിൽ വീട്ടിൽ മുഹമ്മദ് നിഷാമിന്റെ ഭാര്യ 21 വയസ്സുള്ള സജനയുടെ കുഞ്ഞാണ് മരിച്ചത്. പരാതിയുമായി ബന്ധുക്കൾ രംഗത്ത്. ഫാംഫെഡ് നിക്ഷേപ തട്ടിപ്പ് പ്രതികളുമായി ഗുരുവായൂർ ടെമ്പിൾ പോലീസ് തെളിവെടുപ്പിനെത്തി. ചെയർമാൻ സി രാജേഷ് പിള്ള, MD അഖിൽ ഫ്രാൻസിസ് എന്നിവരുമായാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കിഴക്കേ നടയിലുള്ള സ്ഥാപനത്തിൽ ഉച്ചയ്ക്ക് 12 മണിയോടെ തെളിവെടുപ്പിന് എത്തിയത്. വിവാദങ്ങൾക്കിടയിലും സ്കൂൾ സമയം പുനഃക്രമീകരിച്ച പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ്. ഹൈസ്കൂൾ വിഭാഗത്തിന്റെ ക്ലാസുകൾ ഇനി രാവിലെ 9:45 മുതൽ വൈകിട്ട് 4:15 വരെ. സംസ്ഥാന വിദ്യാഭ്യാസ ചട്ടത്തിൽ നിർദ്ദേശിക്കുന്ന രീതിയിൽ 1100 പഠന മണിക്കൂർ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഹൈസ്കൂൾ ക്ലാസുകൾക്ക് 30 മിനിറ്റ് അധികമായി ദീർഘിപ്പിച്ചത്. നഗരസഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് വാർഡ് വിഭജനത്തിനെതിരെ CPM ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നതെന്ന് കോൺഗ്രസ് ഗുരുവായൂർ മുനിസിപ്പൽ തല നേതൃയോഗം. വിഷയത്തിൽ CPM നിലപാട് പരിഹാസ്യമെന്നും കോൺഗ്രസ്. വടക്കേക്കാട് പഞ്ചായത്തിലെ MCF നിർമ്മാണം എങ്ങുമെത്തിയില്ല. ഹരിതകർമ്മസേനാംഗങ്ങൾ ശേഖരിച്ച പാഴ്വസ്തുക്കൾ മിനി MCF പരിസരങ്ങളിൽ കുമിഞ്ഞുകൂടുന്നു. വാർത്തകൾ വിശദമായി. മരത്തംകോട് അൽ അമീൻ ആശുപത്രിയിൽ പ്രസവത്തിനിടെ നവജാത ശിശു മരിച്ചു. കുഞ്ഞ് മരിക്കാൻ കാരണം ആശുപത്രി ജീവനക്കാരുടെ അനാസ്ഥയാണെന്ന് ആരോപിച്ച് പരാതിയുമായി ബന്ധുക്കൾ രംഗത്തെത്തി. എരമംഗലം സ്വദേശി പൂക്കയിൽ വീട്ടിൽ മുഹമ്മദ് നിഷാമിന്റെ ഭാര്യ 21 വയസ്സുള്ള സജനയുടെ ആദ്യ പ്രസവത്തിലെ കുഞ്ഞാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 10:30ഓടെയാണ് യുവതി പ്രസവിച്ചത്. വ്യാഴാഴ്ച വൈകുന്നേരം 4:30ഓടെയാണ് ആശുപത്രിയിൽ പ്രസവത്തിനായി യുവതിയെ പ്രവേശിപ്പിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെ യുവതിക്ക് അസ്വസ്ഥത വന്നതിനെ തുടർന്ന് ലേബർ റൂമിലേക്ക് മാറ്റി. ഉച്ചയാകുമ്പോഴേക്കും പ്രസവം നടക്കുമെന്നും ശാരീരിക പ്രശ്നങ്ങളൊന്നുമില്ലെന്നും ആശുപത്രി അധികൃതർ ഇടയ്ക്കിടെ തങ്ങളോട് പറഞ്ഞിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു. പിന്നീട് പ്രസവത്തിനായി വാക്യൂം ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് സമ്മതപത്രം ഒപ്പിട്ട് വാങ്ങിയതായും ഇവർ വ്യക്തമാക്കി. തുടർന്നാണ് കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ട കാര്യം അറിയിച്ചതെന്നും സ്കാനിങ്ങിൽ പൂർണ്ണ വളർച്ചയെത്തിയ കുട്ടി പ്രസവത്തിനിടെ മരിച്ചത് ആശുപത്രി ജീവനക്കാരുടെ അനാസ്ഥ കൊണ്ട് തന്നെയെന്ന് കുടുംബം ആരോപിച്ചു. ഞങ്ങൾ ഇവൾക്ക് പ്രഗ്നൻ്റ് ആയിരുന്നു മുതൽ ഇവിടെ തന്നെ ഒരു മാസമായ മുതൽ തന്നെ ഈ ആശുപത്രിയിൽ തന്നെ കാണിച്ചിരുന്നത്. ലാസ്റ്റ് ഞങ്ങൾ വന്നത് ഈ മാസം 2-ാം തീയതി ഡോക്ടറെ അടുത്ത് കൊടുത്തു. ആദ്യത്തെ കുട്ടിയായിരുന്നു? അതെ, ആദ്യത്തെ കുട്ടിയാണ്. ലേബർ റൂമിൽ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇരിക്കണേലിടക്ക് പെട്ടെന്ന് ഡോക്ടറാണ്ട് ധൃതി പിടിച്ചിട്ട് പോകണുണ്ട്. അപ്പോൾ സമാധാനമായി, ഇപ്പോൾ പ്രസവിക്കുമല്ലോ. അത്രയും അർജൻറ്റ് ഡോക്ടർ പോയാൽ പ്രസവം കഴിയേണ്ട സമയമൊക്കെ കഴിഞ്ഞ് എന്നിട്ടും കാണാനില്ല. അപ്പോൾ പിന്നെ അവിടുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു സിസ്റ്റർ വന്നിട്ട് പറഞ്ഞ് എന്തോ കപ്പിൻ്റെ എന്തോ കാര്യം പറഞ്ഞ്, അങ്ങനെ കപ്പിട്ട് പിടിക്കാനാണ് എന്നിട്ടാണ് നിങ്ങൾ ഇതിൽ സൈൻ ചെയ്യണമെന്നാണ്. അപ്പോൾ ഒക്കെ സംഭവം അറിയില്ല. അപ്പോൾ ഞാൻ അതെന്താണോ എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ഓപ്പറേഷൻ അല്ല വേറെ. അപ്പോൾ അവിടെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവരെ പറഞ്ഞ് അങ്ങനെയൊക്കെ ചിലയിടത്ത് നടക്കലുണ്ട് പറഞ്ഞ് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ പിന്നെ സജ്ജനയുടെ ആളാരാ അപ്പോൾ പ്രസവിച്ച് എന്നിട്ട് വിളിക്കും വെച്ചിട്ട് ഞങ്ങൾ ഈ നിൽക്കണേ. അപ്പോൾ അതിന് എൻ്റെ മോനും ഞാനും കൂടി ചെന്നപ്പോൾ നഫീസ ഡോക്ടർ അല്ല, ഞാൻ കിടക്കുമ്പോൾ നഫീസ ഡോക്ടർ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വേറെ അവിടുത്തെ മാനേജറാണ് പറഞ്ഞു, എന്തോ പേരൊക്കെ അറിഞ്ഞൂടാ. അപ്പോൾ ഞങ്ങൾക്ക് പരമാവധി ഇങ്ങനെ ശ്രമിച്ച്, പക്ഷേ ഞങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. കുട്ടി കയ്യിൽ നിന്ന് പോയി. നവജാത ശിശുവിന്റെ പൊക്കിൾക്കൊടി മുറിച്ചതിലും അസ്വാഭാവികത കണ്ടതായും ഇത് ചോദ്യം ചെയ്തപ്പോൾ വ്യക്തമായ മറുപടിയല്ല ലഭിച്ചതെന്നും പറയുന്നു. വീട്ടുകാർ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. പിന്നെ പൊക്കിൾക്കൊടി ഒരു മുറിച്ചക്കണേ ബുക്കുകളിൽ ചെത്തിയ പോലെ ആ ഡോക്ടറോട് ചോദിച്ചാൽ പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇഞ്ചക്ഷൻ ചെയ്യാൻ ചെയ്തതാണ്. എന്നിട്ട് സാധാരണ കേട്ട് ഞാനും 3 പ്രസവിച്ചതാണ്. ലാസ്റ്റത്തെ കുട്ടിക്ക് 4 കിലോ ഉണ്ടായിരുന്നു എൻ്റെ കുട്ടിക്ക്. ഞാനും ഇതേപോലെ കപ്പിട്ടിട്ട് ഒക്കെ തന്നെ ഇനിയും പ്രസവിപ്പിച്ചിരിക്കണത് ഡോക്ടർമാർ. ഇങ്ങനത്തെ സൈൻ ഇന്നൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പ്രസവിച്ചത് താലൂക്ക് ആശുപത്രിയിൽ തന്നെ. എനിക്ക് ഇങ്ങനെ തന്നെ ഈ അനാസക്ക് ഇങ്ങനെ നടപടി എടുക്കണം, അത്ര തന്നെ ഞങ്ങൾക്ക് പറയാനുണ്ട്. ഒരാഴ്ച മുന്നോട്ട് അതേപോലെ ഒരു കുട്ടി മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് സ്കാൻ ചെയ്തില്ല? അപ്പോൾ ഡോക്ടർമാർ 2 ആളും ഒന്നും അവർക്കെതിരെ പരാതി കൊടുത്തിട്ടില്ല? ഹോസ്പിറ്റലിനെതിരെ കൊടുത്തിട്ടുണ്ട്.
എന്നാൽ ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനം, നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ ഞങ്ങൾ തീരുമാനം. നല്ലൊരു ട്രീറ്റ്മെന്റ് കിട്ടട്ടെ വെച്ചിട്ട് കാശ് ചെലവായ മേടിൽ വെച്ചിട്ട് വന്നതാണ്. നല്ല പൂർണ്ണ വളർച്ച എത്തിയ ഒരു മോനാണ്. നല്ല ഒരു കുഴപ്പമില്ല കുട്ടിക്ക്. ആ കുട്ടീനൊന്ന് കണ്ടുനോക്കി പോയിട്ട് സകല സ്ഥലത്തും അതിന്റെ അവയവങ്ങൾക്കൊക്കെ കേട് സംഭവിച്ചിരിക്കണ്. ഈ 2 തോളെല്ലിന്റെ ഇവിടെ ഒക്കെ കളർ വന്നിക്കണ്. തലന്റെ ഇവിടെ നീണ്ടു വന്ന് ആ ബ്ലഡ് കുട്ടിയുടെ ഉമ്മക്ക്, അതായത് കുട്ടിയുടെ ഉമ്മക്ക് എന്തെങ്കിലും ഇപ്പൊ കൊടുന്നിക്കണ് പ്രശ്നങ്ങൾ എന്താ നോക്കാൻ വേണ്ടി ഞങ്ങളിപ്പോ കൊടുന്നിട്ടുള്ളത് എന്താണെന്നറിയില്ല. ചിലപ്പോ ഇനി ഇവര് പറഞ്ഞ് കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഞങ്ങൾ വീട്ടിൽ കൊടുന്നു. ഇനി അതിന് പ്രസവിക്കണ്ടേ, ഇനി വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടാകുന്നുള്ള ഇപ്പൊ നമുക്ക് ചെക്ക് ചെയ്തതിലേ അറിയുള്ളൂ. അതിന് വേണ്ടി ഞങ്ങൾ കൊടുന്നിക്കുകയാണെങ്കിൽ. പ്രസവം കഴിഞ്ഞ യുവതിയെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം പോലീസ് തുടർ നടപടി സ്വീകരിച്ചു. കഴിഞ്ഞ ജൂൺ 7-ന് അൽ അമീൻ ആശുപത്രിയിൽ പ്രസവശേഷം പഴയന്നൂർ സ്വദേശിനിയായ രമ്യ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മരിച്ചിരുന്നു. ബന്ധുക്കളുടെ പരാതിയിൽ ഈ മരണത്തിലും അൽ അമീൻ ആശുപത്രിക്കെതിരെ കുന്നംകുളം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു. അഹമ്മദാബാദ് ആകാശ ദുരന്തത്തിൽ ഇനിയും മരണസംഖ്യ ഉയർന്നേക്കാമെന്ന ആശങ്ക. മൃതദേഹാവശിഷ്ടങ്ങൾക്കായി വെള്ളിയാഴ്ച വ്യാപകമായി തിരച്ചിൽ നടത്തി. അതേസമയം എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ് സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപത്തെ സ്ഥലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു. എയർ ഇന്ത്യ സിഇഒ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന വിവിധ തലത്തിലുള്ള ഉദ്യോഗസ്ഥരടക്കം പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. അപകട സ്ഥലത്തു നിന്നും പ്രധാനമന്ത്രി പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തി കണ്ടു. സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ ബോയിംഗ് 787-8 ഡ്രീം ലൈനർ വിമാനമാണ് ടേക്ക് ഓഫിനിടെ തകർന്നത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:38-നാണ് അപകടമുണ്ടായത്. അഹമ്മദാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ 23-ാം നമ്പർ റൺവേയിൽ നിന്ന് AI-171 ബോയിംഗ് 787 ഡ്രീം ലൈനർ വിമാനം ലണ്ടനിലേക്ക് പറന്നുയർന്നു. 625 അടി ഉയരത്തിലെത്തിയ വിമാനത്തിൽ നിന്ന് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് അപായ സന്ദേശം ലഭിച്ചു. വിമാനവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സിഗ്നൽ ലഭിച്ചില്ല. പിന്നാലെ തകർന്നു വീഴുകയായിരുന്നു. വിമാനത്താവളത്തിന് സമീപമുള്ള BJ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് വിമാനം തകർന്നു വീണത്. 294 പേരാണ് മരിച്ചത്. ക്യാബിൻ ക്രൂ അംഗങ്ങളടക്കം 242 പേർ വിമാനത്തിലുണ്ടായിരുന്നു. പ്രദേശവാസികളും വിമാനം വീണ് തകർന്ന മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലുണ്ടായിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികളുമാണ് മരിച്ചത്. വിമാന ദുരന്തം ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കണമെന്നും മരണം സംഭവിച്ചവരുടെയും BJ മെഡിക്കൽ കോളേജ് മെസ്സിൽ മരിച്ച 10-ലധികം വിദ്യാർത്ഥികൾക്കും പരിസരത്ത് മരിച്ചവർക്കും പരിക്കേറ്റവർക്കും കാലതാമസമില്ലാതെ ധനസഹായം നൽകണമെന്നും മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ പ്രസിഡന്റും കോഴിക്കോട് വിമാനത്താവള ഉപദേശക സമിതി അംഗവുമായ ഷെവലിയാർ C. ചാക്കുണ്ണി ആവശ്യപ്പെട്ടു. ദുരന്തത്തിന്റെ പേരിൽ വിമാനങ്ങൾ നിലത്തിറങ്ങുന്ന സാഹചര്യത്തിൽ ഉണ്ടാകുന്ന വിമാനയാത്രാ ബുദ്ധിമുട്ട് ലഘൂകരിക്കാൻ താൽപര്യമുള്ള സ്വദേശ വിദേശ വിമാന കമ്പനികൾക്ക് കൂടുതൽ സർവീസ് ആരംഭിക്കാനുള്ള അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് MDC പ്രസിഡന്റ് ഷെവലിയാർ C. ചാക്കുണ്ണി, വൈസ് പ്രസിഡന്റ് A. ശിവശങ്കരൻ എന്നിവർ പ്രധാനമന്ത്രി, വ്യോമയാന മന്ത്രി, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, DGCA, എയർ ഇന്ത്യ എന്നിവർക്ക് കത്തയച്ചു. ഈ സാഹചര്യത്തിൽ എത്രയും വേഗം ആ പ്രയാസങ്ങൾ ലഘൂകരിക്കുന്നതിന് വർഷങ്ങളായി കൂടുതൽ സീറ്റ് വർദ്ധിപ്പിക്കാൻ, കൂടുതൽ വിമാനത്താവളം ആരംഭിക്കാൻ അപേക്ഷയിൽ കാത്തിരിക്കുന്ന എമിറേറ്റ്സ്, എത്തിഹാദ്, എയർ അറേബ്യ, ശ്രീലങ്കൻ എയർലൈൻസ്, ഖത്തർ എയർവേസ് തുടങ്ങിയ വിമാന കമ്പനികൾക്ക് കൂടുതൽ സീറ്റ് അനുവദിക്കണമെന്ന് ഈ കാര്യങ്ങളൊക്കെ അനുഭവം പരിഗണന അഭ്യർത്ഥിച്ച് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, വ്യോമയാന മന്ത്രി, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, എയർ ഇന്ത്യ, DGS ചെയർമാൻമാർക്ക് ഇന്ന് കത്തയച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഫാംഫെഡ് നിക്ഷേപ തട്ടിപ്പ് പ്രതികളുമായി ഗുരുവായൂർ ടെമ്പിൾ പോലീസ് തെളിവെടുപ്പിനെത്തി. ചെയർമാൻ C. രാജേഷ് പിള്ള, MD അഖിൽ ഫ്രാൻസിസ് എന്നിവരുമായാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കിഴക്കേ നടയിലുള്ള സ്ഥാപനത്തിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ തെളിവെടുപ്പ് നടത്തിയത്. സദേൺ ഗ്രീൻ ഫാമിംഗ് ആൻഡ് മാർക്കറ്റിംഗ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ കിഴക്കേ നടയിലെ റെയിൽവേ ഗേറ്റിന് സമീപം RV ടവറിൽ പ്രവർത്തിക്കുന്ന ബ്രാഞ്ചിലായിരുന്നു തെളിവെടുപ്പ്. 4 വർഷം മുമ്പ് പ്രവർത്തനം ആരംഭിച്ച ബ്രാഞ്ച് 12.5% പലിശ വാഗ്ദാനം ചെയ്ത് ഗുരുവായൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള നിരവധി പേരിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചു. കഴിഞ്ഞ 6 മാസം മുമ്പ് വരെ നിക്ഷേപകർക്ക് കൃത്യമായി പലിശ ലഭിച്ചിരുന്നു. ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ 11 ജീവനക്കാരുണ്ടായിരുന്നതിൽ ഇപ്പോൾ 7 ജീവനക്കാർ മാത്രമാണുള്ളത്. 6 മാസമായി ശമ്പളം ലഭിച്ചിട്ടില്ലെന്ന് ഇവർ പറയുന്നു. കെട്ടിട വാടകയും മുടങ്ങിയതിനാൽ സ്ഥാപനം അടച്ചിട്ടിരിക്കുകയാണ്. കാലാവധി അവസാനിച്ചിട്ടും നിക്ഷേപത്തുകയായ 24 ലക്ഷം രൂപയും പലിശയും നൽകിയില്ലെന്ന കവടിയാർ സ്വദേശിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചെയർമാൻ C. രാജേഷ് പിള്ള, മാനേജിംഗ് ഡയറക്ടർ അഖിൽ ഫ്രാൻസിസ് എന്നിവരെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതോടെയാണ് പരാതിക്കാർ രംഗത്തെത്തിയത്.
ഗുരുവായൂരിൽ ഫാം ഫെഡ് തട്ടിപ്പ് കേസിൽ 68 പരാതികളാണുള്ളത്. ഇതുവരെ 19 കോടിയുടെ തട്ടിപ്പ് നടന്നതായി ടെമ്പിൾ SHO G അജയകുമാർ പറഞ്ഞു. പരാതി ലഭിച്ചതിനെ തുടർന്ന് കിഴക്കേനടയിലുള്ള സ്ഥാപനത്തിൽ നിന്ന് പോലീസ് പരിശോധിച്ച് രേഖകൾ കണ്ടെടുത്തിരുന്നു. അടച്ചുപൂട്ടിയ സ്ഥാപനത്തിന്റെ താക്കോലുകളും പോലീസ് കസ്റ്റഡിയിലാണ്. ഈ സ്ഥാപനത്തിൽ 1000-ഓളം നിക്ഷേപകരുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ചെന്നൈയിലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമായി 16 ബ്രാഞ്ചുകളാണ് സ്ഥാപനത്തിനുള്ളത്. ടെമ്പിൾ SHO G അജയകുമാർ, ASIമാരായ K സാജൻ, PK രാജേഷ്, CPOമാരായ MR ഷിബു, SS അനൂപ്, A ഗഗേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് നടന്നു. എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ റോഡിലെ ഹമ്പ് മറികടക്കുന്നതിനിടെ ഇരുചക്രവാഹനത്തിൽ നിന്ന് വീണ് യാത്രക്കാരിക്ക് പരിക്കേറ്റു. വാഹനത്തിന്റെ പുറകിലിരുന്ന് യാത്ര ചെയ്യുകയായിരുന്ന കുണ്ടന്നൂർ സ്വദേശി വിനീതയ്ക്കാണ് പരിക്കേറ്റത്. ചുങ്കം സെന്ററിൽ സ്ഥാപിച്ചിട്ടുള്ള ഹമ്പിൽ തട്ടിയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്കൂൾ സമയം പുനഃക്രമീകരിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ്. ഹൈസ്കൂൾ വിഭാഗത്തിന്റെ ക്ലാസുകൾ ഇനി രാവിലെ 9:45 മുതൽ വൈകിട്ട് 4:15 വരെ. ഹൈസ്കൂൾ വിഭാഗത്തിലെ ക്ലാസുകൾക്ക് വെള്ളിയാഴ്ച ഒഴികെയുള്ള പ്രവൃത്തി ദിനങ്ങളിൽ 30 മിനിറ്റ് അധിക പ്രവൃത്തി സമയം നിശ്ചയിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിട്ടു. ഇതുപ്രകാരം രാവിലെ 9:45 മുതൽ വൈകിട്ട് 4:15 വരെയാകും പ്രവൃത്തി സമയം. 8 പിരീഡുകൾക്കുമുള്ള സമയമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. രാവിലെയുള്ള 2 പിരീഡുകൾ 45 മിനിറ്റ് വീതമാണ്. 10 മിനിറ്റ് ഇടവേളയ്ക്ക് ശേഷം പിന്നീടുള്ള 2 പിരീഡുകൾ 40 മിനിറ്റ് വീതവുമായിരിക്കും. ഉച്ചയ്ക്ക് 1 മണിക്കൂർ ഇടവേള, ശേഷം 40 മിനിറ്റ് വീതമുള്ള 2 പിരീഡുകൾ, 5 മിനിറ്റ് ഇടവേളയ്ക്ക് ശേഷം 35 മിനിറ്റുള്ള 1 പിരീഡ്. 8ാം പിരീഡ് 30 മിനിറ്റ് ആയിരിക്കും ഉണ്ടാവുക. കേരള വിദ്യാഭ്യാസ ചട്ടത്തിൽ നിർദ്ദേശിക്കുന്ന രീതിയിൽ 1100 പഠന മണിക്കൂർ ലഭിക്കുന്നതിനു വേണ്ടിയാണ് ഹൈസ്കൂൾ ക്ലാസുകൾക്ക് 30 മിനിറ്റ് അധികമായി ദീർഘിപ്പിച്ചത്. ഹൈസ്കൂൾ വിഭാഗത്തിനും UP വിഭാഗത്തിനും അധിക പ്രവൃത്തി ദിവസങ്ങളുണ്ടാകും. UP വിഭാഗത്തിന് ഈ അധ്യയന വർഷം 2 ശനിയാഴ്ചകളിൽ അധിക പ്രവൃത്തി ദിനമുണ്ടാകും. ഹൈസ്കൂൾ വിഭാഗത്തിനാകട്ടെ 6 ശനിയാഴ്ചകളിലാണ് അധിക പ്രവൃത്തി ദിനമുണ്ടാവുക. 5 മുതൽ 7 വരെയുള്ള ക്ലാസുകൾക്ക് ജൂലൈ 26, ഒക്ടോബർ 25 എന്നീ ശനിയാഴ്ചകളിലാണ് ക്ലാസ് ഉണ്ടാവുക. 8 മുതൽ 10 വരെ ക്ലാസുകൾക്ക് ജൂലൈ 26, ആഗസ്റ്റ് 16, ഒക്ടോബർ 4, ഒക്ടോബർ 25, ജനുവരി 3, ജനുവരി 31 എന്നീ ശനിയാഴ്ചകളിലായാണ് അധിക ക്ലാസ് ക്രമീകരിച്ചിട്ടുള്ളത്. ബാലവേല വിരുദ്ധ വാരാചരണത്തിന്റെ ഭാഗമായി പുന്നേർകുളം ചെറായി ഗവൺമെന്റ് UP സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. കുന്നംകുളം ASI CV മധു ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഹെലൻ കെല്ലർ, ബിഥോവൻ, APJ അബ്ദുൽ കലാം, എഡിസൺ, എബ്രഹാം ലിങ്കൺ തുടങ്ങിയ മഹാന്മാരുടെ ജീവചരിത്ര കഥകളും കൂടി ഉൾപ്പെടുത്തി നടത്തിയ ക്ലാസ് കുട്ടികൾക്ക് ആത്മവിശ്വാസവും പ്രചോദനവും നൽകി. PTA വൈസ് പ്രസിഡന്റ് റഹീം ആലുങ്ങൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാന അധ്യാപകൻ KL മനോഹിത് ആമുഖ പ്രഭാഷണം നടത്തി. അധ്യാപകരായ PJ ജയകൃഷ്ണൻ, M ഷിഫിന, സോയ സുബ്രഹ്മണ്യൻ, PA ശോഭലക്ഷ്മി, E വിജിത്, K ഷിബിൻ രാജ് എന്നിവർ നേതൃത്വം നൽകി. കലശമല ഇക്കോ ടൂറിസം കുന്നിൽ നിന്നുള്ള മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ് 20ഓളം കുടുംബങ്ങൾ. മഴ കനത്താൽ വീടുകളിൽ നിന്ന് മാറി താമസിക്കണമെന്ന മുന്നറിയിപ്പ് ബോർഡ് പഞ്ചായത്ത് അധികൃതർ ഈ ഭാഗത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. തങ്ങളുടെ വീടുകളിൽ നിന്ന് എങ്ങോട്ട് മാറി താമസിക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. പോർക്കുളം, ചൊവ്വന്നൂർ പഞ്ചായത്തുകളുടെ അതിർത്തിയായ ഈ ഭാഗത്ത് 3 വർഷം മുമ്പ് റോഡ് നിർമ്മിച്ചിരുന്നു. റോഡിനോട് ചേർന്നുള്ള ഭാഗത്തെ വലിയ പാറയാണ് ഇപ്പോൾ അപകട ഭീഷണി ഉയർത്തുന്നത്. പാറയ്ക്കിടയിൽ വളർന്ന വലിയ മരം മൂലം ഏതു നിമിഷവും പാറ പൊട്ടിവീഴുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഈ ഭാഗത്ത് മണ്ണിടിയുന്നതും ആശങ്ക ഉണർത്തുന്നുണ്ട്. റോഡിന്റെ താഴ്ഭാഗത്തായി ചൊവ്വന്നൂർ പഞ്ചായത്തിലെ 3 സെന്റ് ഗ്രാമത്തിൽ 20ഓളം വീട്ടുകാർ താമസിക്കുന്നുണ്ട്. പാറയും മണ്ണുമിടിഞ്ഞാൽ ഇവരുടെ വീടിന് മുകളിലേക്ക് വീഴുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. കഴിഞ്ഞ വർഷം ഈ ഭാഗത്ത് മണ്ണിടിഞ്ഞപ്പോൾ ജിയോളജി വകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ചിരുന്നു. ഈ ഭാഗത്ത് പാറയും മണ്ണും ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ടെന്ന് ഉദ്യോഗസ്ഥർ വിലയിരുത്തിയിരുന്നു. എന്നാൽ വർഷം 1 കഴിഞ്ഞിട്ടും നടപടികളുണ്ടായില്ല. പാറ പൊളിച്ചു നീക്കി അപകട ഭീഷണി ഒഴിവാക്കണമെന്നും ഈ ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് സുരക്ഷ ഒരുക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. പഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്ത് അന്നാണ് ഈ സംഭവം ബോർഡ് വെച്ചിട്ടുള്ളത്. അത് മെമ്പറുടെ മാത്രം ഉത്തരവാദിത്തത്തിൽ വെച്ചതല്ല, മൊത്തമായിട്ടുള്ളത് പഞ്ചായത്ത് തീരുമാനം എടുത്തിട്ട് വെച്ചിട്ടുള്ള ബോർഡാണിത്. അപ്പോൾ കാര്യങ്ങൾ അവരെ പരാതി വെച്ചിട്ട് ചെയ്തു തരാന്നുള്ളതാണ് പറഞ്ഞത്. ഞങ്ങൾ മാറി താമസിക്കാം അതിനുള്ളൊരു സൊല്യൂഷൻ പറയണില്ല. എത്ര നാളും മാറി താമസിക്കണം, എവിടേക്ക് പോകണം, ഇത് ആര് സെറ്റ് ചെയ്ത് തരും എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. നമ്മളോട് തനിയെ മാറി താമസിക്കാം.
ചിറളയത്ത് ശാന്തകുമാരിയമ്മ വിട പറഞ്ഞു. കുന്നംകുളം നഗരസഭയ്ക്ക് കിഴൂർ പകൽ വീടിന് വേണ്ടി സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയ ചിറളയത്ത് മണിച്ചേച്ചി എന്ന ശാന്തകുമാരിയാണ് മരിച്ചത്. 74 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെയാണ് മരിച്ചത്. സംസ്കാരം 2 മണിക്ക് നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടന്നു. കഴിഞ്ഞ വർഷമാണ് ശാന്തകുമാരിയമ്മ വിട്ടു നൽകിയ സ്ഥലത്ത് നഗരസഭയിലെ 2ാമത്തെ പകൽ വീട് നിർമ്മിച്ചത്. ചാലിശ്ശേരി ടി.പി. ഉണ്ണികൃഷ്ണൻ സ്മാരക പൗർണമി വായനശാലയുടെ നേതൃത്വത്തിൽ പൗർണമി കലാസമിതിയുടെ സ്ഥാപക നേതാവും ദീർഘകാലം സെക്രട്ടറിയുമായിരുന്ന ടി.പി. ഉണ്ണികൃഷ്ണൻ എന്ന ടി.പി. മാഷുടെ 2ാം ചരമവാർഷികവും ഉന്നത വിജയികളെ അനുമോദിക്കലും ഞായറാഴ്ച രാവിലെ 10 നടക്കും. വാർഡ് മെമ്പർ പി.വി. രജീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ കെ.എസ്.ഇ.ബി. റിട്ടയേർഡ് സൂപ്രണ്ട് സി. ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് കെ. ജനാർദ്ദനൻ മുഖ്യാതിഥിയാകും. വി.എം. രാജീവ് മാസ്റ്റർ, ഡോക്ടർ രഞ്ജിത്ത് പയ്യഴി, ഡോക്ടർ ഇ.എൻ. ഉണ്ണികൃഷ്ണൻ, എംപ്ലോയബിലിറ്റി സെന്റർ തൃശൂർ മുൻ മേധാവി ഡോക്ടർ പി.എൻ. ജഗദീഷ് കുമാർ, പൗർണമി കലാസമിതി സെക്രട്ടറി കെ. പ്രഭാകരൻ, രക്ഷാധികാരി കെ. കുമാരൻ എന്നിവർ പങ്കെടുക്കും. വായനശാല ഭാരവാഹികളായ കെ. ദാസൻ, ടി.എസ്. സുബ്രഹ്മണ്യൻ, സുജിത രാജു, കെ.സി. നിമേഷ്, കെ.എസ്. ശ്രീതു, കാവ്യ രാമകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകും. നഗരസഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് വാർഡ് വിഭജനത്തിനെതിരെ CPM ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നതെന്ന് കോൺഗ്രസ് ഗുരുവായൂർ മുനിസിപ്പൽ തല നേതൃയോഗം. വിഷയത്തിൽ CPM നിലപാട് പരിഹാസ്യമെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. സ്വന്തം സർക്കാർ നിയോഗിച്ച പുനർനിർണയ കമ്മിറ്റി നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള വാർഡ് വിഭജനത്തെയാണ് CPM എതിർക്കുന്നത്. വാസഗൃഹങ്ങളുടെ അടിസ്ഥാനത്തിൽ വാർഡ് വിഭജനം നടത്താനായിരുന്നു സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മിറ്റി വ്യവസ്ഥ ചെയ്തത്. എന്നാൽ ജനസംഖ്യാടിസ്ഥാനത്തിൽ വിഭജനം വേണമെന്നാവശ്യപ്പെട്ടാണ് CPM കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വാസഗൃഹങ്ങളുടെ അടിസ്ഥാനത്തിൽ വാർഡ് വിഭജിക്കുമ്പോൾ ഗുരുവായൂരിൽ മാത്രം ജനസംഖ്യാടിസ്ഥാനത്തിൽ വിഭജനം നടത്തണമെന്ന വാദം പരിഹാസ്യമാണെന്നും യോഗം ചൂണ്ടിക്കാട്ടി. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, മുൻ ബ്ലോക്ക് പ്രസിഡന്റുമാരായ AT സ്റ്റീഫൻ, R രവികുമാർ, മണ്ഡലം പ്രസിഡന്റുമാരായ OKR മണികണ്ഠൻ, ആൻഡോ തോമസ്, BV ജോയ്, കൗൺസിലർ KPA റഷീദ് എന്നിവർ സംസാരിച്ചു. കടങ്ങോട് പഞ്ചായത്ത് കൃഷിഭവനിൽ വിവിധ പദ്ധതികളുടെ ഭാഗമായി തെങ്ങിൻ തൈ, ചെണ്ടുമല്ലി തൈ, പച്ചക്കറി വിത്ത് എന്നിവയുടെ വിതരണം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK മണി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ TP ലോറൻസ്, ബീന രമേശ്, മെമ്പർമാരായ KR സിമി, VR രമ്യ, കൃഷി ഓഫീസർ EV അനഘ, അസിസ്റ്റന്റുമാരായ NJ ജോഷി, MS അരുൺ എന്നിവർ സംസാരിച്ചു. കടവല്ലൂർ പഞ്ചായത്തിലെ ആദ്യ വിദ്യാലയമായ പെരുമ്പിലാവ് അറയ്ക്കൽ MUM LP സ്കൂൾ വിസ്മൃതിയിലേക്ക്. ഈ വിദ്യാലയത്തിന്റെ കളിമുറ്റത്ത് ഉയർന്നിരുന്ന കളിയും ചിരിയും ഇനി ഓർമ്മകൾ മാത്രം. ഇവിടെ ഇപ്പോൾ ഒരൊറ്റ വിദ്യാർത്ഥി പോലുമില്ല. ഒരാളെങ്കിലും വരുമെന്ന് പ്രതീക്ഷിച്ച് ഒരു അധ്യാപിക ഇവിടെ വഴിക്കണ്ണും നട്ട് കാത്തിരിക്കുന്നു. ഹരിയില്ലത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. പ്രഗത്ഭരായ ഒട്ടേറെ വ്യക്തികൾ ഹരിശ്രീ കുറിച്ച 1 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഈ വിദ്യാലയത്തിൽ ഇപ്പോൾ ഒരൊറ്റ കുട്ടി പോലും പഠനത്തിനെത്തുന്നില്ല. കഴിഞ്ഞ വർഷം 7 വിദ്യാർത്ഥികളുണ്ടായിരുന്നു. സ്കൂളിന് ഈ വർഷം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് എല്ലാവരും വിടുതൽ സർട്ടിഫിക്കറ്റ് വാങ്ങി മറ്റ് സ്കൂളുകളിലേക്ക് മാറി. അധ്യാപക ബാങ്കിൽ നിന്നും നിയമിച്ച ഒരു അധ്യാപിക പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കം മുതൽ സ്കൂളിൽ എത്തുന്നുണ്ട്. കുട്ടികളില്ലാത്ത സ്ഥിതിക്ക് ഇവരും താമസിയാതെ മാറും. അതിനുള്ള ഉത്തരവ് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. കടവല്ലൂർ പഞ്ചായത്തിലെ ആദ്യ വിദ്യാലയമാണ് MUM സ്കൂൾ. ബാപ്പുട്ടി ഹാജി എന്ന മനക്കിലാത്ത് മുഹമ്മദ് ഹാജിയാണ് 120 വർഷത്തോളം മുൻപ് സ്കൂൾ ആരംഭിച്ചത്. 4ാം ക്ലാസ് വരെ അന്നുണ്ടായിരുന്നു. തലമുറകൾ കൈമാറി വന്ന സ്കൂളിന്റെ നടത്തിപ്പ് പിന്നീട് താളം തെറ്റി. സ്കൂളിന്റെ പുതിയ തലമുറയിലെ അവകാശികൾ വിദേശത്തായിരുന്നു. സമീപമുള്ള സർക്കാർ സ്കൂളുകൾ മികച്ച നിലവാരത്തിലേക്ക് ഉയർന്നു തുടങ്ങിയതോടെ കുട്ടികൾ സ്ഥലം വിട്ടു തുടങ്ങി. ഇതോടെ ഡിവിഷനുകളും കുറഞ്ഞു. സ്കൂൾ നവീകരണത്തിന് ലക്ഷങ്ങൾ ചിലവ് വരുമെന്ന സ്ഥിതിയായതോടെ ഉടമകൾക്കും മനം മടുത്തു. ഫിറ്റ്നസ് പരിശോധിക്കാനെത്തിയ ഉദ്യോഗസ്ഥർ വലിയ തുക ചെലവ് വരുന്ന നവീകരണമാണ് നിർദ്ദേശിച്ചിരുന്നത്. നാട്ടുകാരായ പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് അറയ്ക്കൽ സാംസ്കാരിക കൂട്ടായ്മ എന്ന സംഘടന രൂപീകരിച്ച സ്കൂൾ പുനരുദ്ധരിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും ഫലം കണ്ടില്ല. നിലവിലുണ്ടായിരുന്ന അധ്യാപകർ വിരമിച്ചതോടെയാണ് സ്കൂളിന്റെ പതനം പൂർണ്ണമായത്. കടവല്ലൂർ പഞ്ചായത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായ സ്കൂൾ ഇപ്പോൾ അടച്ചുപൂട്ടലിന്റെ വഴിയിലാണ്. വേലൂർ പഞ്ചായത്ത് കൃഷിഭവനിൽ കർഷകർക്കായി കുരുമുളക് തൈ വിതരണം ചെയ്തു. സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ പദ്ധതി പ്രകാരമാണ് തൈകൾ വിതരണം ചെയ്യുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ അധ്യക്ഷയായി. കൃഷി ഓഫീസർ ഡോക്ടർ ജസ്ന മരിയ പദ്ധതി വിശദീകരണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ CF ജോയ്, ഷെർലി ദിലീപ് കുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ വിമല നാരായണൻ, ശുഭ അനിൽകുമാർ, കൃഷി അസിസ്റ്റന്റുമാരായ A ബൈജു ഫ്രാൻസിസ്, B സ്വപ്ന തുടങ്ങിയവർ സംസാരിച്ചു.
എരുമപ്പെട്ടി ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. 6:30 ഇറ്റലിയിലെ പാതുവായിൽ നിന്ന് കൊണ്ടുവന്ന അന്തോണീസിന്റെ അത്ഭുത തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്ന കപ്പേളയിൽ ലതീഞ്ഞ് നൊവേന തിരുകർമ്മങ്ങൾ നടന്നു. ഊട്ടുവെഞ്ചരിപ്പ്, തുടർന്ന് വിശുദ്ധന്റെ രൂപം പ്രത്യേകം അലങ്കരിച്ച രൂപക്കൂടിലേക്ക് എഴുന്നള്ളിച്ചു വെച്ചു. തുടർന്ന് രാവിലെ 7:30 ഊട്ട് ആരംഭിച്ചു. 10:30 തിരുനാൾ ദിവ്യബലിക്ക് മെൽബൺ രൂപത ബിഷപ്പ് എമരത്തൂസ് മാർ ബോസ്കോ പുത്തൂർ മുഖ്യകാർമ്മികനായി. ഇടവക വികാരി ഫാദർ ജോമോൻ മുരിങ്ങാത്തിരി, കടങ്ങോടുപള്ളി വികാരി ഫാദർ സന്തോഷ് അന്തിക്കാട്ട് എന്നിവർ സഹകാർമ്മികരായി. ഉച്ചയ്ക്ക് 12 മുതൽ 3 മണിവരെ ഊട്ടുനേർച്ച നടന്നു. വൈകിട്ടു നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് പുതുരുത്തിപ്പള്ളി വികാരി ഫാദർ റിജോ വിധേയത്തിൽ കൊഴുക്കുള്ളിക്കാരനും പതിയാരംപള്ളി വികാരി ഫാദർ ഷോജോമോൻ SDVയും കാർമ്മികരായി. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം നടന്നു. നേർച്ച ഭക്ഷണവും പായസവും പാഴ്സൽ സൗകര്യവും ഒരുക്കിയിരുന്നു. ഫാദർ ജോമോൻ മുരിങ്ങാത്തേരി, കൺവീനർമാരായ റാഫേൽ മണ്ടുമ്പാൽ, മദർ സിസ്റ്റർ ലിറ്റി ജോസഫ്, വിൽജോ ആളൂർ കിഴക്കൂട്ട്, ട്രസ്റ്റിമാരായ ഫ്രെഡി നീലങ്കാവിൽ, വിനു പുത്തൂർ, AD ഡാമി എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം വടുതല ഗവൺമെന്റ് UP സ്കൂളിൽ പരിസ്ഥിതി വാരാചരണത്തോടനുബന്ധിച്ച് അലങ്കാരമുളകൾ നട്ടുകൊണ്ട് മുള മഹോത്സവം നടത്തി. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനായ ഷാജഹാൻ കടവല്ലൂർ കുട്ടികൾക്ക് പരിസ്ഥിതി ദിന സന്ദേശം നൽകി. അദ്ദേഹം സമ്മാനിച്ച മുളം തൈകൾ സ്കൂളിന്റെ അങ്കണത്തിൽ നട്ടുകൊണ്ട് വാർഡ് കൌൺസിലർ ഷക്കീന മിൽസ മുള മഹോത്സവം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് നിഹാസ്, SMC ചെയർമാൻ ഷനോഫ്, BRC കോർഡിനേറ്റർ ആയിഷ, പ്രധാന അധ്യാപിക KV രേഖ, പരിസ്ഥിതി ക്ലബ്ബ് കൺവീനർ അനിത, അധ്യാപകരായ രഞ്ജിത്ത്, താര, വിജി, അധീന, ജിഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. പഴഞ്ഞി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ ക്ഷീരകർഷക സമ്പർക്കം നടത്തി. ചൊവ്വന്നൂർ ബ്ലോക്ക് കർഷക മൈത്രിയുടെ ഭാഗമായി നടന്ന സംഗമം കാട്ടുകാമ്പൽ പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. പഴഞ്ഞി ക്ഷീരസംഘം പ്രസിഡന്റ് AK പുഷ്പരാജൻ അധ്യക്ഷനായി. ക്ഷീരമേഖലയിലെ അടിസ്ഥാന പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തിൽ ക്ഷീരവികസന ഓഫീസർ PS നന്ദന ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NK ഹരിദാസൻ മുഖ്യാതിഥിയായി. കാട്ടുകാമ്പാൽ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മിന്റോ റെന്നി, ഡയറി ഫാം ഇൻസ്ട്രക്ടർ PG ഗനിക, സംഘം സെക്രട്ടറി AV ശോമ, മെമ്പർ പവിൻ തുടങ്ങിയവർ സംസാരിച്ചു. എളവള്ളി സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിനോടനുബന്ധിച്ച് തിരുകർമ്മങ്ങളും പായസ വിതരണവും നടന്നു. വ്യാഴാഴ്ച വൈകിട്ട് 6-ന് മറ്റം സെന്റ് തോമസ് ഫൊറോന സഹവികാരി ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ് ചെറുതാണിക്കൽ കാർമ്മികനായി. ദിവ്യബലി, നൊവേന, ലതീഞ്ഞ് എന്നീ തിരുകർമ്മങ്ങൾ നടന്നു. എളവള്ളി സ്കൂളിനടുത്തുള്ള സെന്റ് ആന്റണീസ് കപ്പേളയിൽ നടന്ന തിരുകർമ്മങ്ങളെ തുടർന്ന് ഭക്തജനങ്ങൾക്കായി പായസ വിതരണവും ഉണ്ടായി. ജൂൺ 13-ന് വിശുദ്ധ അന്തോണീസിന്റെ മരണത്തിരുനാളിനോടനുബന്ധിച്ച് ദേവാലയത്തിൽ വൈകിട്ട് 5:30-ന് ഫാദർ മെൽവിൻ ചൊവ്വല്ലൂർ കാർമ്മികനായി ആഘോഷമായ പാട്ടുകുർബാനയും നൊവേന, ലതീഞ്ഞ് എന്നിവ നടക്കും. ഫാദർ ലിവിൻ കുരുതുകുളങ്ങര തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് നേർച്ച ഊട്ട വിതരണവും ഉണ്ടാകും. വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായിക്കൽ, കൈക്കാരന്മാരായ വിൽസൺ പുലിക്കോട്ടിൽ, ജോൺസൺ ചാലക്കൽ, ഇഗ്നേഷ്യസ് തട്ടിൽ, ജനറൽ കൺവീനർ ആൽബിൻ ആന്റോ എന്നിവർ ഊട്ടുതിരുനാളിന് നേതൃത്വം നൽകും. വടക്കേക്കാട് പഞ്ചായത്തിലെ MCF നിർമ്മാണം എങ്ങും എത്തിയില്ല. ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിച്ച പാഴ്വസ്തുക്കൾ മിനി MCF പരിസരങ്ങളിൽ കുമിഞ്ഞുകൂടുന്നു. വടക്കേക്കാട് പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ സ്ഥാപിച്ച മിനി MCF പരിസരത്താണ് ഹരിതകർമ്മസേനാ പ്രവർത്തകർ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിച്ച പ്ലാസ്റ്റിക് വസ്തുക്കളും കുപ്പികളും കുമിഞ്ഞുകൂടി കിടക്കുന്നത്. പ്ലാസ്റ്റിക് ചാക്കുകളിൽ നിറച്ച് അടുക്കി വച്ചിരിക്കുന്ന സാധനങ്ങൾ മഴ പെയ്തതോടുകൂടി ചിന്നിച്ചിതറി കിടക്കുന്ന അവസ്ഥയാണ്. മാധ്യമപ്രവർത്തകരുടെ ഇടപെടലിനെ തുടർന്ന് വെള്ളിയാഴ്ച അധികൃതർ ലോറിയുമായി എത്തി ചാക്കുകൾ കയറ്റിക്കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. അതേസമയം വടക്കേക്കാട് പഞ്ചായത്തിൽ MCF നിർമ്മാണം അനന്തമായി നീളുന്ന അവസ്ഥയാണുള്ളത്. ശ്മശാന ഭൂമിയിൽ MCF നിർമ്മിക്കാനായിരുന്നു പഞ്ചായത്ത് തീരുമാനിച്ചിരുന്നത്. ഇതിന്റെ പ്രവൃത്തികൾ തുടങ്ങിയെങ്കിലും നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് ഇത് നിർത്തിവെക്കുകയായിരുന്നു. തുടർന്ന് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പറും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ റഹീം വീട്ടിപ്പറമ്പിൽ MCF നിർമ്മിക്കാനായി സ്ഥലം സൗജന്യമായി നൽകാമെന്ന് പറയുകയും ഭൂമി കൈമാറ്റ രേഖാ സമർപ്പണം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഭൂമിയുടെ സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് MCF നിർമ്മാണത്തിന് യാതൊരുവിധ തുടർ നടപടികളും സ്വീകരിച്ചിട്ടില്ല. കേരളം സമൃദ്ധ കേരളം പദ്ധതിയുടെ ഭാഗമായി പുന്നയൂർ പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ പച്ചക്കറി തെങ്ങ് തൈകളുടെ വിതരണം നടന്നു. ഓണത്തിന് ഒരു മുറം പച്ചക്കറി തൈകളുടെയും തേങ്ങൊന്ന് നടാം നാളെയുടെ സമൃദ്ധിക്കായി എന്ന പദ്ധതിയുടെയും ഭാഗമായി നടന്ന പഞ്ചായത്ത് തല വിതരണ ഉദ്ഘാടനം പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ AK വിജയൻ, മെമ്പർമാരായ അസീസ് മന്നലാംകുന്ന്, CN ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു.
ADS മെമ്പർമാർ, കേരഗ്രാമം സമിതി അംഗങ്ങൾ, പച്ചക്കറി ക്ലസ്റ്റർ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. കൃഷി ഓഫീസർ കെ ഗംഗാദത്തൻ സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് ഷാജി മോൻ നന്ദിയും പറഞ്ഞു. സനൽ പി രാജ്, PP ജിഷ എന്നിവർ നേതൃത്വം നൽകി. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിനെയും അഗതിയൂർ റോഡിനെയും ബന്ധിപ്പിക്കുന്ന ചിൽഡ്രൻസ് നഗർ റോഡ് തകർന്നിട്ട് വർഷങ്ങളായിട്ടും അറ്റകുറ്റപ്പണി നടത്തിയില്ല. മഴ കനത്തതോടെ റോഡിൽ വെള്ളക്കെട്ടും രൂക്ഷമാണ്. നിരവധി വീടുകളും അങ്കണവാടിയും വ്യവസായശാലകളുമുള്ള പ്രദേശമാണ് ചിൽഡ്രൻസ് നഗർ. ഇവിടേക്ക് കാൽനടയാത്ര പോലും ഇപ്പോൾ ദുസ്സഹമാണ്. പോർക്കുളം പഞ്ചായത്തിലെ 8ാം വാർഡിലുള്ള 1/2 കിലോമീറ്ററോളം വരുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ വാർഡ് സഭകളിലും പഞ്ചായത്തിലും അറിയിച്ചിട്ടും ഫലമൊന്നുമുണ്ടായില്ല. റോഡ് നിർമ്മാണത്തിനായി 40 ലക്ഷം MLA ഫണ്ടിൽ നിന്നും അനുവദിച്ചതായി അവകാശപ്പെടുമ്പോഴും നിർമ്മാണം മാത്രം നടക്കുന്നില്ല. റോഡിലെ വെള്ളക്കെട്ട് മൂലം നടക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ്. പലതവണ പരാതിപ്പെട്ടിട്ടും റോഡ് നന്നാക്കാൻ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങൾ ഉയർത്തി റോഡും അരികിൽ കാനയും നിർമ്മിക്കണമെന്ന് BJP കുന്നംകുളം മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ പുഴങ്കരയും ട്രഷറർ വിജീഷ് അപ്പുവും ആവശ്യപ്പെട്ടു. നിർമ്മാണം നടത്തിയില്ലെങ്കിൽ സമരം ചെയ്യുമെന്ന് ഇരുവരും വ്യക്തമാക്കി. പരാതികൾ ബോധിപ്പിച്ചിട്ട് പോലും യാതൊരുവിധ നടപടിയും സ്വീകരിക്കാതെ തികച്ചും നിസ്സംഗമായ സമീപനമാണ് വാർഡ് മെമ്പറും ഉൾപ്പെടെ ഭരണസമിതി, പോർക്കുളം പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിച്ചു വരുന്നത്. വളരെ കാലമായിട്ട് നമ്മൾ ഗ്രാമസഭകളിലൊക്കെ പറയുന്നത് തന്നെയാണ് ഈ റോഡിനെ കുറിച്ചിട്ട്. ഇത് മെമ്പറോട് പറയുമ്പോഴും ഇപ്പോൾ റെഡിയാക്കും എന്ന് പറയുന്നതല്ലാണ്ട് ഇത് യാതൊരുവിധ നടപടികളും ഇതിന് സ്വീകരിച്ചിട്ടില്ല. ഇത് മൂലം പാർട്ടി വളരെ ശക്തമായ രീതിയിൽ വരും ദിവസങ്ങളിൽ സമരപരിപാടികളിലേക്ക് നീങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ 26ാം ഊട്ടുതിരുനാൾ ആഘോഷം ഭക്തിനിർഭരമായി. രാവിലെ തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ സെബി ചിറ്റാട്ടുകര മുഖ്യ കാർമ്മികനായി. കൈക്കാരൻ ആന്റോ എൽ പുത്തൂർ, കൺവീനർ സാന്റോ പീറ്റർ, VP ജോളി എന്നിവർ ഭദ്രദീപം തെളിയിച്ചു. തിരുനാൾ വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജിൻസൺ ചിരിയങ്കണ്ടത്ത് മുഖ്യ കാർമ്മികനായി. ഫാദർ പ്രകാശ് പുത്തൂർ തിരുനാൾ സന്ദേശം നൽകി. കൈക്കാരന്മാരായ ജിഷോ S പുത്തൂർ, ബാബു ആന്റണി ചിരിയങ്കണ്ടത്ത്, ക്ലേലിയ കോൺവെന്റ് മദർ സുപ്പീരിയർ റോസ മരിയ, OC ബാബുരാജൻ, സോജൻ മേലിട്ട്, ജോഷി പഴുനാന, OP ജോൺസൺ, ജോസ് വെള്ളറ, സെബു തരകൻ, ലൈജു ലാസർ വെള്ളറ എന്നിവർ നേതൃത്വം നൽകി. വെള്ളാറ്റഞ്ഞൂർ ചെമ്പൻചിറ പരിസരത്ത് PWD റോഡിൽ വലിയ മാവിന്റെ കൊമ്പ് വീണ് ഗതാഗത തടസ്സമുണ്ടായി. തുടർന്ന് പൊതുപ്രവർത്തകരായ CPM തയ്യൂർ ബ്രാഞ്ച് സെക്രട്ടറി ബിന്ദു നന്ദൻ, സന്തോഷ് തയ്യൂർ, മോഹനൻ MG എന്നിവർ ചേർന്ന് കൊമ്പുകൾ വെട്ടിമാറ്റി ഗതാഗത തടസ്സം നീക്കി. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് CF, മെമ്പർ വിമല നാരായണൻ എന്നിവർ നേതൃത്വം നൽകി. റോഡരികിൽ അപകടാവസ്ഥയിലായ വലിയ മരങ്ങളുടെ കൊമ്പുകൾ മുറിച്ചു മാറ്റണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. യുവമോർച്ച നേതാവായിരുന്ന പെരിയമ്പലം മണികണ്ഠന്റെ 21ാം ബലിദാന ദിനം ആചരിച്ചു. പെരിയമ്പലത്തെ സ്മൃതി കുടീരത്തിൽ നടന്ന പുഷ്പാർച്ചനയിലും അനുസ്മരണ യോഗത്തിലും BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ, ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കുടിയടത്ത്, മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ദയാനന്ദൻ മാമ്പുള്ളി, മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചരമ്പത്ത്, ഹീര കൃഷ്ണദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ചാലിശ്ശേരി മൈലാടിക്കുന്ന് പ്രിയദർശിനി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വിജയോത്സവം 2025 KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചാലിശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രിൻസിപ്പാൾ ഡോക്ടർ ഗീത ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. ചാരിറ്റബിൾ ട്രസ്റ്റ് രക്ഷാധികാരി ഹുസൈൻ പുളിയഞ്ഞാൽ അധ്യക്ഷനായി. ചാലിശ്ശേരി മേഖലയിലെ SSLC+2 പരീക്ഷകളിൽ വിജയം നേടിയ കുട്ടികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. വിജയികൾക്ക് ചാലിശ്ശേരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PV ഉമ്മർ മൗലവി സമ്മാനമായി നൽകിയ രാഷ്ട്രപിതാവ് മഹാത്മജിയുടെ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകവും നൽകി. ചടങ്ങിൽ മുതിർന്ന കർഷകർ, പാരമ്പര്യ വൈദ്യശാസ്ത്രത്തിൽ കഴിവ് തെളിയിച്ചവർ, പതിറ്റാണ്ടുകളായി ടാക്സി മേഖലയിലുള്ള ഡ്രൈവർമാർ, ആശാപ്രവർത്തകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവരെ ചടങ്ങിൽ പൊന്നാടയണിയിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചു. ട്രസ്റ്റ് പ്രസിഡന്റ് ജലീൽ നരിക്കാട്ടിൽ സ്വാഗതവും ട്രഷറർ സജീഷ് കളത്തിൽ നന്ദിയും പറഞ്ഞു. അഹമ്മദാബാദിൽ വിമാനാപകടത്തിൽ മരണമടഞ്ഞവർക്ക് കെ കരുണാകരൻ ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ മെഴുകുതിരി തെളിയിച്ച് ആദരാഞ്ജലി അർപ്പിച്ചു. മന്നലാംകുന്ന് ബീച്ചിൽ നടത്തിയ ചടങ്ങിൽ കെ കരുണാകരൻ ഫൗണ്ടേഷൻ ചെയർമാൻ ബിനേഷ് വലിയകത്ത് അധ്യക്ഷത വഹിച്ചു. ഷഹീർ പടിഞ്ഞാറയിൽ, ഷംറൂദ് പടിഞ്ഞാറയിൽ, വർക്കിംഗ് ചെയർമാൻ ഷാഹുൽ പള്ളത്ത്, ജോയിന്റ് കൺവീനർ താച്ചു കരിയാടൻ, ചാവക്കാട് ഭൂപണയ ബാങ്ക് ഡയറക്ടർ യൂസഫ് തണ്ണിത്തുറയ്ക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു.
കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ തത്വശാസ്ത്ര പണ്ഡിതനും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്ന സ്വർഗീയ മാധവ്ജിയുടെ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ജന്മശതാബ്ദി ആഘോഷ പരിപാടികളുടെ ഭാഗമായി യോഗം ചേർന്നു. ഗുരുവായൂർ ലൈബ്രറി ഹാളിൽ ചേർന്ന യോഗം VK വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സംഘചാലക് ഡോക്ടർ നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി, C ചന്ദ്രശേഖരൻ തലശ്ശേരി, മുന്നോലം നീലകണ്ഠൻ നമ്പൂതിരി, ഡോക്ടർ നാരായണൻ ഭട്ടതിരിപ്പാട് എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,295 രൂപ, പവന് 74,360 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 118 രൂപ. ചരമം. കുന്നംകുളം പ്രിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഉടമ സുനിലിന്റെ മാതാവ് പൊന്നരാശ്ശേരി ദേവകി നിര്യാതയായി. 86 വയസ്സായിരുന്നു. സംസ്കാരം കോട്ടപ്പടി ക്രിമിറ്റോറിയത്തിൽ നടന്നു. ശോഭന, ഉഷ എന്നിവർ മറ്റു മക്കളാണ്. മോഹൻദാസ്, പരേതനായ ദാമോദരൻ, ലീന എന്നിവർ മരുമക്കളാണ്. വടക്കേക്കാട് കല്ലൂർ മുതിർന്ന കോൺഗ്രസ് നേതാവ് മാരാത്ത് ഹിഷാം മുഹമ്മദ് നിര്യാതനായി. 86 വയസ്സായിരുന്നു. മുൻ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ്, വടക്കേക്കാട് സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ, കർണാക്കി മഹല്ല് വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കബറടക്കം കർണാക്കി പള്ളി ഖബർസ്ഥാനിൽ നടത്തും. ആയിഷാബിയാണ് ഭാര്യ. ഷാനി, നിഷാദ്, ഹിഷാം, നാഷിദ എന്നിവർ മക്കളാണ്. കല്ലുംപുറം ചാലിശ്ശേരി റോഡിൽ താമസിക്കുന്ന ചെറുവത്തൂർ പരേതനായ ഇട്ടേശൻ മകൻ സൈമൺ നിര്യാതനായി. 80 വയസ്സായിരുന്നു. പട്ടാമ്പി SB ഡ്രൈവിംഗ് സ്കൂൾ ഉടമയായിരുന്നു. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് 3-ന് കുന്നംകുളം അടുപ്പുട്ടി വീനാഗൽ സെമിത്തേരിയിൽ നടക്കും. ബേബി ഭാര്യയും ബിജു, സൈജു എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഹമ്മദാബാദ് ആകാശ ദുരന്തത്തിൽ ഇനിയും മരണസംഖ്യ ഉയർന്നേക്കാമെന്ന ആശങ്ക. എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ് സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപത്തെ സ്ഥലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു. മരത്തംകോട് അൽ-അമീൻ ആശുപത്രിയിൽ പ്രസവത്തിനിടെ നവജാത ശിശു മരിച്ചു. എരമംഗലം സ്വദേശി പുക്കയിൽ വീട്ടിൽ മുഹമ്മദ് നിഷാമിന്റെ ഭാര്യ 21 വയസ്സുള്ള സജനയുടെ കുഞ്ഞാണ് മരിച്ചത്. പരാതിയുമായി ബന്ധുക്കൾ രംഗത്ത്. ഫാംഫെഡ് നിക്ഷേപ തട്ടിപ്പ് പ്രതികളുമായി ഗുരുവായൂർ ടെമ്പിൾ പോലീസ് തെളിവെടുപ്പിനെത്തി. ചെയർമാൻ C രാജേഷ് പിള്ള, MD അഖിൽ ഫ്രാൻസിസ് എന്നിവരുമായാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കിഴക്കേ നടയിലുള്ള സ്ഥാപനത്തിൽ തെളിവെടുപ്പിനെത്തിയത്. വിവാദങ്ങൾക്കിടയിലും സ്കൂൾ സമയം പുനഃക്രമീകരിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ്. ഹൈസ്കൂൾ വിഭാഗത്തിന്റെ ക്ലാസുകൾ രാവിലെ 9:45 മുതൽ വൈകിട്ട് 4:15 വരെ. സംസ്ഥാന വിദ്യാഭ്യാസ ചട്ടത്തിൽ നിർദ്ദേശിക്കുന്ന രീതിയിൽ 1100 പഠന മണിക്കൂർ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഹൈസ്കൂൾ ക്ലാസുകൾക്ക് 30 മിനിറ്റ് അധികമായി ദീർഘിപ്പിച്ചത്. നഗരസഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് വാർഡ് വിഭജനത്തിനെതിരെ CPM ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നതെന്ന് കോൺഗ്രസ് ഗുരുവായൂർ മുനിസിപ്പൽ തല നേതൃയോഗം. വിഷയത്തിൽ CPM നിലപാട് പരിഹാസ്യമെന്നും കോൺഗ്രസ്. വടക്കേക്കാട് പഞ്ചായത്തിലെ MCF നിർമ്മാണം എങ്ങും എത്തിയില്ല. ഹരിതകർമ്മസേനാംഗങ്ങൾ ശേഖരിച്ച പാഴ്വസ്തുക്കൾ മിനി MCF പരിസരങ്ങളിൽ കുമിഞ്ഞുകൂടുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.